നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭയിലും ബി.ജെ.പി. സംഘടനാ തലത്തിലും ഉടൻ തന്നെ വൻ അഴിച്ചുപണി നടക്കുമെന്നുറപ്പായതോടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര പ്രാതിനിധ്യത്തെ സംബന്ധിച്ച ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ മധ്യപ്രദേശിൽ നിന്നും വീണ്ടും അവസരം ലഭിക്കാതെ പോയതാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് തിരിച്ചടിയായത്. ജൂൺ 18-ന് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. മന്ത്രിയെ തുടരുന്നതിന് പാർലമെന്റ് അംഗത്വം അനിവാര്യമാണെന്നിരിക്കെ കുര്യനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വലിയ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ കനത്ത തിരിച്ചടിയും പാർട്ടിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തന്ത്രങ്ങൾ വിചാരിച്ചത്ര ഫലം കണ്ടിരുന്ന പാർട്ടിയിലെ ആഭ്യന്തര വിമർശനങ്ങളുമാണ് ജോർജ് കുര്യന് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന ജോർജ് കുര്യനെ പാർട്ടി സംഘടനയുടെ ഏതെങ്കിലും പ്രധാന ദേശീയ പദവിയിലേക്ക് പരിഗണിച്ചേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജോർജ് കുര്യൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ നിന്നും ഇനി ആരാകും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുക എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. നിലവിലെ കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ തുടരാനാണ് കൂടുതൽ സാധ്യത. അതേസമയം ഒഴിഞ്ഞുകിടക്കുന്ന മന്ത്രി പദവിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ സദാനന്ദൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിയായി എത്തിയേക്കുമെന്ന സൂചനകൾ അത്യന്തം ശക്തമായിട്ടുണ്ട്. സദാനന്ദൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല തവണ പരസ്യമായി പുകഴ്ത്തിയിട്ടുള്ളത് ഈ സാധ്യതയ്ക്ക് അടിവരയിടുന്നു. കൂടാതെ കഴിഞ്ഞ തവണ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന അനിൽ ആന്റണിയുടെ പേര് ഇത്തവണയും കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. ഇതിനിടയിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത് വലിയ ചർച്ചയുമായിട്ടുണ്ട്. സുരേന്ദ്രന് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ ചുമതലകൾ നൽകി മാറ്റാനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം കേരളത്തിലെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് മുതിർന്ന നേതാവ് പ്രകാശ് ജാവേദ്കർ മാറിയേക്കുമെന്ന റിപ്പോർട്ടുകളും കേരള ബി.ജെ.പിയിൽ മാറ്റങ്ങളുടെ സൂചന നൽകുന്നുണ്ട്. ജൂൺ 15-നും 18-നും ഇടയിൽ നടക്കുമെന്ന് കരുതുന്ന ഈ വൻ അഴിച്ചുപണിക്ക് പിന്നിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, ഗോവ അടക്കം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 7 പ്രധാന സംസ്ഥാനങ്ങളിലെയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും സാമൂഹിക സമവാക്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടാണ് ബി.ജെ.പി. പുനഃസംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാനും ഭരണത്തിലും സംഘടനയിലും പുതിയൊരു ഊർജ്ജം കൊണ്ടുവരാനുമാണ് ഈ അഴിച്ചുപണിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭയിലെ ഒരു ഡസനിലേക്ക് അടുത്ത മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുകയോ കുറഞ്ഞത് 5ഓളം പേർ പുറത്താവുകയോ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിൽ 2 ക്യാബിനറ്റ് മന്ത്രിമാരും 3 സഹമന്ത്രിമാരും ഉൾപ്പെടും. പരീക്ഷാ നടത്തിപ്പുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പദവിയിൽ തുടരുമോ എന്ന കാര്യത്തിലും വലിയ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഭരണത്തോടൊപ്പം സംഘടനയിലും മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ പങ്കജ് ചൗധരിയെ ഉത്തർപ്രദേശിലും ഹർഷ് മൽഹോത്രയെ ഡൽഹിയിലും പുതിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാരായി നിയമിച്ചു കഴിഞ്ഞു. ഇരുവരും നിലവിൽ കേന്ദ്രമന്ത്രിമാരായതിനാൽ സംഘടനയിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഇവരെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കാനാണ് സാധ്യത. ഇവർ ഒഴിഞ്ഞ സ്ഥാനങ്ങളിലേക്ക് പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തും.